പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹോട്ട് ഡെസേർട്ടുകളെ പറ്റിയിട്ടാണ്. ഹോട്ട് ഡെസേർട്ട്, അപ്പോൾ ഇതിനോടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, പിന്നെ അതുപോലെ തന്നെ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ, സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹോട്ട് ഡെസേർട്ട്സ്, വളരെ ചൂടുള്ള ഡെസേർട്ടുകൾ. ഇതിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. We have discussed the characteristics of tropical grasslands and monsoon climatic regions. നമ്മൾ ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സ്, അതായത് സാവന്നയുടെയും അതുപോലെ തന്നെ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ്റെയും സവിശേഷതകൾ നമ്മൾ ഇതിനോടകം ഡിസ്കസ് ചെയ്തു. സോ ലൊക്കേറ്റഡ് അറ്റ് ദ സെയിം ലാറ്റിറ്റ്യൂഡ്സ്, ഹോട്ട് ഡെസേർട്ട്സ് ആർ റീജിയൻസ് വിത്ത് വെരി ലിറ്റിൽ റെയിൻഫോൾ. ഈ പറഞ്ഞ ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സിൻ്റെയും മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ്റെയും ഒക്കെ അതേ ലാറ്റിറ്റ്യൂഡിൽ, അതേ ലൊക്കേഷനിൽ തന്നെ വരുന്ന വേറെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അത് സെയിം ലാറ്റിറ്റ്യൂഡ് തന്നെയാണ്. അതായത് ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സിൻ്റെയും അതുപോലെ തന്നെ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ്റെയും അതേ ലാറ്റിറ്റ്യൂഡിൽ തന്നെ അതേ സ്ഥലങ്ങൾ തന്നെയാണ്. പക്ഷേ അതായത് അതേ ലാറ്റിറ്റ്യൂഡിനുള്ളിൽ നിൽക്കുന്ന വേറെ വേറെ സ്ഥലങ്ങൾ. അതിൽ ചില സ്ഥലങ്ങൾ ഈ അതേ സെയിം ലാറ്റിറ്റ്യൂഡിൽ വരുന്ന ഹോട്ട് ഡെസേർട്ടുകളെ, അതായത് റീജൻസ് വിത്ത് വെരി ലിറ്റിൽ റെയിൻഫോൾ, വളരെ കുറച്ച് മാത്രം മഴ ലഭിക്കുന്ന ഇതേ ലാറ്റിറ്റ്യൂഡ്സിൽ വരുന്ന ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സ് ആണെങ്കിലും മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻസ് ആണെങ്കിലും ഹോട്ട് ഡെസേർട്ട്സ് ആണെങ്കിലും ഇതെല്ലാം ട്രോപ്പിക്കൽ ക്ലൈമറ്റുകളാണ്, ട്രോപ്പിക്കൽ ക്ലൈമാറ്റിക് റീജിയൻസ് ആണ്, ട്രോപ്പിക്കൽ ക്ലൈമാറ്റിക് റീജിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ ട്രോപ്പിക്കൽ ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു 10 ഡിഗ്രി അല്ലെങ്കിൽ ഒരു നമുക്കൊരു 23.5 ഡിഗ്രി നോർത്ത് വരെ അല്ലെങ്കിൽ 30 ഡിഗ്രി വരെ, നമുക്ക് 30 ഡിഗ്രി എടുക്കാം തൽക്കാലം. 23.5 ഡിഗ്രി എടുത്ത് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പോൾ ഒരു 30 ഡിഗ്രി വരെ, 30 ഡിഗ്രി നോർത്തിനും 30 ഡിഗ്രി സൗത്തിനും ഇടയിൽ ഉള്ള ഭാഗങ്ങളെയാണ് നമ്മൾ ട്രോപ്പിക്കൽ റീജിയൻസ് എന്ന് വിളിക്കുക. ഇതിനിടയിൽ ഇക്വറ്റോറിയൽ റീജിയൻ ഉണ്ട്. ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വറ്റോർ ടു 10 ഡിഗ്രി നോർത്ത്, 10 ഡിഗ്രി സൗത്ത്. അതിനെ നമ്മൾ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് പറയാം. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ അതൊഴികെ ബാക്കിയൊക്കെ ഇതിൻ്റെ ഇടയിൽ വരുന്ന ബാക്കി ഭാഗങ്ങൾ, ഈ 10 ഡിഗ്രി നോർത്തും 10 ഡിഗ്രി സൗത്തിനും ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിന് ശേഷം 30 ഡിഗ്രി വരെയും നോർത്ത് വരെയും 30 ഡിഗ്രി സൗത്ത് വരെയും, അപ്പോൾ 10 ഡിഗ്രി നോർത്ത് ടു 30 ഡിഗ്രി നോർത്ത്, 10 ഡിഗ്രി സൗത്ത് ടു 30 ഡിഗ്രി സൗത്ത്, ഇതിൻ്റെ ഇടയിൽ വരുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ട്രോപ്പിക്കൽ റീജിയൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഏരിയയിലാണല്ലോ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള മൺസൂൺ ആണെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുള്ള സാവന്നയാണെങ്കിലും ഇനി നമ്മൾ പറയാൻ പോകുന്ന ഹോട്ട് ഡെസേർട്ട്സ് ആണെങ്കിലൊക്കെ ഈ ലാറ്റിറ്റ്യൂഡ്സിനിടയിലാണ് വരുന്നത്. പക്ഷേ ഈ ലാറ്റിറ്റ്യൂഡ്സിൽ വേറെ വേറെ ഭാഗങ്ങളിലായിട്ടാണ്, സെയിം ലാറ്റിറ്റ്യൂഡ് പക്ഷെ അതിൽ തന്നെ വേറെ വേറെ ഭാഗങ്ങളിൽ ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ട്രോപ്പിക്കൽ ക്ലൈമാറ്റിക് റീജിയൻ തന്നെ. അപ്പോൾ 3 ട്രോപ്പിക്കൽ ക്ലൈമാറ്റിക് റീജിയൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സ്, മൺസൂണ്, പിന്നെ ഈ പറഞ്ഞ ഹോട്ട് ഡെസേർട്ട്സ്. ഈ ഹോട്ട് ഡെസേർട്ട്സ് എന്ന് പറയുമ്പോൾ ഈ ഭാഗങ്ങളിൽ വളരെ കുറച്ച് മാത്രം, വെരി ലിറ്റിൽ റെയിൻഫോൾ മാത്രം കിട്ടുന്ന സ്ഥലങ്ങളാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇതാ ഇവിടെ ഓസ്ട്രേലിയയുടെ ഭാഗത്തൊരു ഓസ്ട്രേലിയൻ ഡെസേർട്ട് ഉണ്ട്. പിന്നെ നോർത്ത് അമേരിക്കയുടെ ഭാഗത്ത് ഇതാ, പിന്നെ സൗത്ത് അമേരിക്കയുടെ ഭാഗത്തൊരു അറ്റക്കാമ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. പിന്നെ ഇതാ നമ്മുടെ ആഫ്രിക്കയുടെ ഈ ഭാഗത്തായിട്ട് നമീബ്, കൽഹാരി, അതുപോലെ തന്നെ നമ്മുടെ സഹാറ, ലോകത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക ഹോട്ട് ഡെസേർട്ടാണ് സഹാറ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെസേർട്ട് എന്ന് പറയുന്നത് അന്റാർട്ടിക്കയാണ്. അന്റാർട്ടിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുന്ന ഐസായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഡെസേർട്ട് എന്ന് പറയുക? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഡെസേർട്ടിനെ നമുക്ക് 2ആയി ക്ലാസിഫൈ ചെയ്യാം. ഹോട്ട് ഡെസേർട്ടുമുണ്ട്, കോൾഡ് ഡെസേർട്ടുമുണ്ട്. ഹോട്ട് ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ചൂട് കൊണ്ട് വരണ്ടു പോയിട്ടുള്ള സ്ഥലങ്ങളാണ്. തണുപ്പ് കൊണ്ട് വരണ്ടു പോയിട്ടുള്ള ഡ്രൈ ആയി കിടക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കോൾഡ് ഡെസേർട്ട് എന്ന് പറയാം. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കോൾഡ് ഡെസേർട്ടാണ് അന്റാർട്ടിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ ഡെസേർട്ട് കൂടിയാണ് അന്റാർട്ടിക്ക. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ട് ഡെസേർട്ടാണ് സഹാറ എന്ന് പറയുന്നത്, ആഫ്രിക്കയിലാണ്. പിന്നെ ഇതാ നമുക്കിവിടെ ഏഷ്യയുടെ ഭാഗത്ത് അറേബ്യൻ ഡെസേർട്ടും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ ഈ 30 ഡിഗ്രികളുടെ ഉള്ളിലാണല്ലോ വരുന്നത്. അപ്പോൾ അതായത് ട്രോപ്പിക്കൽ റീജിയൻസിൻ്റെ ഉള്ളിലാണല്ലോ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവയെ എന്തെന്ന് വിളിക്കാം? ട്രോപ്പിക്കൽ ഡെസേർട്ട്സ് അല്ലെങ്കിൽ ഹോട്ട് ഡെസേർട്ട്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന ക്ലൈമറ്റാണ് ഡെസേർട്ട് ക്ലൈമറ്റ്, ഹോട്ട് ഡെസേർട്ട് ക്ലൈമറ്റ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഡെസേർട്ടിൻ്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രോപ്പിക്കൽ ഡെസേർട്ട്സ് ആർ ദ ഹോട്ടസ്റ്റ് റീജിയൻസ് ഓൺ ദ എർത്ത് വിത്ത് ആൻ ആവറേജ് ആനുവൽ ടെമ്പറേച്ചർ ഓഫ് 30 ഡിഗ്രി സെൽഷ്യസ്. ഭൂമിയിലെ തന്നെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള, അതായത് ഏറ്റവും ചൂട്
ഉള്ള സ്ഥലങ്ങളാണ് ഏതെന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ നമ്മുടെ ഇക്വറ്റോറിയൽ റീജിയനിലൊക്കെ ചൂട് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നു, സണ്ണിൻ്റെ എനർജി ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ഏറ്റവും കൂടുതൽ ചൂട് കൊണ്ട് ബുദ്ധിമുട്ടുന്ന മറ്റൊരു സ്ഥലത്തൊക്കെ മഴയും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ആ ചൂടിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഇവിടെ മഴയൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ആ ചൂട് വളരെയധികം നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഹോട്ടസ്റ്റ് ആയിട്ടുള്ള അറിഡായിട്ടുള്ള സ്ഥലങ്ങളാണ് ഭൂമിയിലെ തന്നെ ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ട്രോപ്പിക്കൽ ഡെസേർട്ട്സ്. അവിടുത്തെ ഒരു ആനുവൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് എങ്ങനെ പോയാലും അവിടുത്തെ ടെമ്പറേച്ചർ ആയിട്ട് വരും. ഇനി ഇതിൽ ഒരു ഫാക്റ്റ് പഠിക്കാനുള്ളത്, ദ ഹയസ്റ്റ് റെക്കോർഡ് ടെമ്പറേച്ചർ ഇൻ അൽ അസീസിയ ഇൻ ദ സഹാറ ഡെസേർട്ട് ഈസ് 58 ഡിഗ്രി സെൽഷ്യസ്. ഇതുവരെ ഭൂമിയിൽ രേഖപ്പെടുത്തിയതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ചൂട്, ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 58 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് എവിടെയാണ്? അൽ അസീസിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അൽ അസീസിയ സഹാറ ഡെസേർട്ടിലാണ്. ശരിക്ക് ഇത് 58 പോയിൻറ്റ് സംതിങ് അല്ല, ശരിക്കും 57 പോയിൻറ്റ് സംതിങ് ആണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അൽ അസീസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിബിയ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ഈ ലിബിയ എന്ന് പറഞ്ഞ രാജ്യത്താണ് ഈ അൽ അസീസിയ എന്ന് പറയുന്ന ഈ ഒരു ഡെസേർട്ടിൻ്റെ ഭാഗം വരുന്നത്. സഹാറ ഡെസേർട്ടിൻ്റെ ഒരു ഭാഗമാണ് അൽ അസീസിയ. അവിടെയാണ് ഏറ്റവും ഇതുവരെ എർത്തിൽ റെക്കോർഡ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് കുറേ കോൺട്രവേഴ്സികളുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഫാക്റ്റ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും 56.7 ആണ് ഏറ്റവും കൂടുതൽ ഇതുവരെ റെക്കോർഡ് ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് യു എസ് എയിലെ ഡെത്ത് വാലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് രേഖപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ അൽ അസീസിയ എന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാർ USA എന്ന് പറയുന്നുണ്ട്. അതായത് USA ആൾക്കാർ പറയുന്നത് അത് ഡെത്ത് വാലിയിൽ ആണിത് രേഖപ്പെടുത്തിയത്, നിങ്ങൾ കറക്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ അൽ അസീസിയക്കാരെ പറ്റിയിട്ട് USA പറയുന്നത് അത് അവർ രേഖപ്പെടുത്തിയതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് കറക്റ്റ് അല്ല എന്നാണ് പറയുന്നത്. എനിവേ നമുക്കിവിടെ പഠിക്കാനുള്ളത് അൽ അസീസിയാണ്. അതായത് ലിബിയ എന്ന് പറഞ്ഞ രാജ്യത്തെ അൽ അസീസിയാണ്. സഹാറ ഡെസേർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള അൽ അസീസിയയിലാണ് ഈ പറയുന്ന ഹയസ്റ്റ് ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. 58 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നാണ് പറയുന്നത്. നിയർലി 58 ആണ്, അല്ലാതെ പക്ക 58 അല്ല. ഹൈ ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ മേക്സ് ഡെസേർട്ട് ക്ലൈമറ്റ് വെരി ഡിഫിക്കൽട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പോയിൻ്റാണ് ഈ ഡെസേർട്ട് ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വളരെയധികം കൂടുതലായിരിക്കും, ഹൈ ആയിരിക്കും. അത് വളരെ ഡിഫിക്കൽട്ടാണ്. എന്താണ് അതിൻ്റെ കാരണമെന്നറിയോ നിങ്ങൾക്ക്? എന്താണ് ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ മാക്സിമം ടെമ്പറേച്ചറിൽ നിന്ന് ഒരു ദിവസം ഉണ്ടായിട്ടുള്ള മാക്സിമം ടെമ്പറേച്ചറിൽ നിന്ന് ഒരു ദിവസം ഉണ്ടായിട്ടുള്ള ഏറ്റവും മിനിമം ടെമ്പറേച്ചറിനെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഏതെന്ന് പറയുന്നത് ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഈ ഡെസേർട്ടിൻ്റെ ഒരു പ്രത്യേകത, പകൽ സമയത്ത് നല്ല ചൂടായിരിക്കും, എന്നാൽ രാത്രിയാകുമ്പോൾ -ഡിഗ്രിയിലേക്ക് തണുപ്പിലേക്ക് എത്തും. പകൽ നല്ല ചൂടും രാത്രിയിൽ നല്ല തണുപ്പുമാണ് മരുഭൂമിയുടെ ഒരു ക്ലൈമറ്റ് വെതർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിന് പകൽ സമയം ഒരു 40 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ രേഖപ്പെടുത്തിയെന്ന് വിചാരിച്ചു ടെമ്പറേച്ചർ. ഇനി മാക്സിമം രാത്രിയിലാകുമ്പം അതൊരു ഒരു 2 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ എത്തും, അല്ലെങ്കിൽ മൈനസിലേക്കൊക്കെ പോകും. അപ്പം ഒരു ദിവസത്തെ ഡയോണൽ ടെമ്പറേച്ചർ എത്രയായിരിക്കും? 40 - 2 38 അല്ലേ? സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഡയോണൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 ഡിഗ്രിയോ 5 ഡിഗ്രിയോ ഒക്കെയാണ് വ്യത്യാസം വരിക, മാക്സിമവും മിനിമവും തമ്മിൽ. ഇത് അത്രയില്ല, ഇത് വലിയ വ്യത്യാസമാണ് വരുന്നത്. കാര്യം രാത്രിയിൽ വളരെ തണുപ്പും പകൽ സമയം വളരെ ചൂടും ഉള്ള സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഹോട്ട് ഡെസേർട്ടുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഡയോണൽ ടെമ്പറേച്ചർ വളരെ ഹൈ ആയിട്ട് ഇവിടെ കാണപ്പെടുന്നത്. Annual rainfall in desert areas is generally less than 25 cm and in some places it may not rain for several years. നോക്കൂ, ഈ ഡെസേർട്ടുകളിൽ ആനുവൽ റെയിൻഫോൾ എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററിലും താഴെയാണ്. ലെസ് ദാൻ 25 സെൻറ്റിമീറ്റർ, വർഷത്തിൽ 25 സെൻറ്റിമീറ്ററിലും താഴെ മാത്രമാണ് മഴ ലഭിക്കുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിലോ വർഷങ്ങളായിട്ട് മഴ ലഭിക്കുന്നേയില്ല. മഴ ലഭിക്കുന്ന സ്ഥലങ്ങളും വളരെ കുറവാണ്. ഇപ്പോൾ അടുത്താണ് ഈ പറയുന്ന ഒരു സഹാറ ഡെസേർട്ടിൽ നിന്ന് ആളുകൾ വെള്ളം കിട്ടാതെ മരിക്കുന്ന അവർ ഏതോ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് വരികയായിരുന്നു. ആ വരുന്ന സമയത്ത് അവരുടെ വണ്ടി കേടായി, അങ്ങനെ ഒരുപാട് ആളുകൾ വെള്ളം കിട്ടാതെ ഈ മരുഭൂമിയിൽ ദിവസങ്ങളോളം സർവൈവ് ചെയ്തിട്ട് ജീവിച്ചിട്ട് അവർ വെള്ളം കിട്ടാതെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിൽ ഒരു ദിവസം ലഭിക്കുന്ന മഴ അത്
ഇവർക്ക് ഒരു വർഷത്തിൽ ലഭിക്കുന്ന മഴയേക്കാൾ കൂടുതലാണ്. നമുക്ക് ഒരു ദിവസം ലഭിക്കുന്ന, കേരളത്തിൽ ഒരു ദിവസം കിട്ടുന്ന മഴയേക്കാൾ കുറവാണ് മരുഭൂമിയിൽ ഒരു വർഷത്തിൽ ലഭിക്കുന്നത്. കുറേ സ്ഥലങ്ങളിൽ വർഷങ്ങളായിട്ട് മഴ തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. In the tropical region, hot deserts are located mostly on the western margins of continents. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നമ്മൾ ഈ ട്രോപ്പിക്കൽ റീജിയണിൽ ഈ ഹോട്ട് ഡെസേർട്ടുകളെ പരിശോധിക്കുമ്പോൾ അവ ഈ ട്രോപ്പിക്കൽ റീജിയൻ്റെ വെസ്റ്റേൺ മാർജിൻസിലാണ് കാണപ്പെടുന്നത്. കോണ്ടിനെൻറ്റിൻ്റെ ഒരു പടിഞ്ഞാറ് ഭാഗത്താണ് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. നമുക്കിവിടെയുള്ള ഈ പറയുന്ന മാപ്പിലേക്ക് ഒന്നും കൂടെ തിരിച്ചു വരാം. ഈ കോണ്ടിനെൻറ്റുകളിലേക്ക് ഒന്നും കൂടെ തിരിച്ചു വരാം. നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് വെസ്റ്റും ഈസ്റ്റും ഒക്കെ അറിയില്ലേ. നമുക്ക് ഇതാണ് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. അപ്പോൾ നമ്മൾ ഓരോ കോണ്ടിനെൻ്റ് എടുത്ത് നോക്കൂ. നോർത്ത് അമേരിക്ക എടുത്ത് നോക്കൂ. നോർത്ത് അമേരിക്കയുടെ വെസ്റ്റ് സൈഡിലല്ലേ ഈ മരുഭൂമി വന്നിട്ടുള്ളത്. സൗത്ത് അമേരിക്കയുടെ വെസ്റ്റ് സൈഡിലല്ലേ അറ്റക്കാമ മരുഭൂമി വന്നിട്ടുള്ളത്. ഈ ആഫ്രിക്കയിലും ഈ ഏറ്റവും കൂടുതൽ വെസ്റ്റേൺ പാർട്ടിലല്ലേ ഈ സഹാറ വരുന്നത്. ഇത് ഈ കൽഹാരി ആണെങ്കിലും ഈ നമീബ് ആണെങ്കിലൊക്കെ വെസ്റ്റേൺ സൈഡിലല്ലേ വരുന്നത്. ഇനി ഏഷ്യയുടെ വെസ്റ്റേൺ സൈഡിലല്ലേ അറേബ്യൻ ഡെസേർട്ട് വരുന്നത്. ഓസ്ട്രേലിയയുടെ വെസ്റ്റേൺ സൈഡിലായിട്ടല്ലേ ഈ പറയുന്ന ഓസ്ട്രേലിയൻ ഡെസേർട്ട് വരുന്നത്. അപ്പോൾ കോണ്ടിനെൻ്റ് ഒരു ഭൂഖണ്ഡത്തിൻ്റെ ഒരു കോണ്ടിനെൻറ്റിൻ്റെ ഒരു വെസ്റ്റേൺ മാർജിലാണ്, വെസ്റ്റേൺ ഭാഗത്താണ് എന്ത് വരുന്നത്, നമ്മുടെ ഈ മരുഭൂമികൾ വരുന്നത്. അതെന്തുകൊണ്ടാണ്? ബാക്കി ഭാഗത്തേക്ക് വരാത്തത് എന്തുകൊണ്ടാണ്? അവിടെയാണ് നിങ്ങൾ അതിൻ്റെ കാരണം പഠിക്കേണ്ടത്. ആസ് ദ ട്രേഡ് വിൻഡ്സ് ട്രാവൽ അക്രോസ് ദ കോണ്ടിനെൻറ്റ്സ് ആൻഡ് റീച്ച് ദ വെസ്റ്റേൺ മാർജിൻസ്, ദ വിൻഡ് ലോസ് ഇറ്റ്സ് മോയ്സ്ചർ ആൻഡ് ബിക്കം ഡ്രൈ. അതിൻ്റെ കാരണക്കാരൻ എന്ന് പറയുന്നത് ആരാണ്? ട്രേഡ് വിൻഡുകളാണ്. ട്രേഡ് വിൻഡ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ് ട്രേഡ് വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്ലാനറ്ററി വിൻഡ്സ് അല്ലെങ്കിൽ പെർമനൻറ്റ് വിൻഡ്സ് എന്നൊക്കെ നമ്മൾ ആരെ പറ്റി പഠിച്ചിട്ടുണ്ട്? ട്രേഡ് വിൻഡ്സുകളെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് എവിടെയാണ് ട്രേഡ് വിൻഡുകൾ ബ്ലോ ചെയ്യാറുള്ളത്? ട്രേഡ് വിൻഡുകൾ ബ്ലോ ചെയ്യുന്നത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റുകളിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലോട്ടേക്ക് അല്ലേ. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലോട്ടേക്ക്, അതായത് ഒരു 30 ഡിഗ്രി നോർത്തിൽ നിന്നും 30 ഡിഗ്രി സൗത്തിൽ നിന്നും എവിടേക്ക്? 0 ഡിഗ്രി, അതായത് ഇക്വേറ്ററിലേക്ക് വീശിയാണ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ്. ഇങ്ങനെയാണ് ഇവിടുന്ന് ഒരു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് വിൻഡ് വരുന്നുണ്ട്, ഇവിടുന്ന് ഇങ്ങനെയും വരുന്നുണ്ട്. ഈ വിൻഡുകൾ, ഈ നോർത്തിൽ നിന്ന് വീശുന്ന ട്രേഡ് വിൻഡുകൾ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്, ഇത് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡാണ്. ഇത് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡാണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഒന്നാമത്തെ പാഠത്തിനകത്ത്. അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എവിടെ നിന്നാണ്, എങ്ങോട്ടേക്കാണ്? ഇതിങ്ങനെ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നുമാണ് വരുന്നത്. അതായത് ഒന്ന് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നും ഒന്ന് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നുമാണ് വരുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിലാവുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്ന്, സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നാണ് വരുന്നത്. അതായത് ഇത്രയും ഏരിയകളിൽ എന്തുണ്ട്? ഓൾറെഡി ഈ കാറ്റുകൾ എത്തുന്നുണ്ട്. അവസാനമാണ് എവിടേക്ക് എത്തുക? വെസ്റ്റേൺ പാർട്ടിലേക്ക് എത്തുക. ഈ വിൻഡുകൾ ഒരു കോണ്ടിനെൻറ്റിൻ്റെ വെസ്റ്റേൺ ഭാഗത്തോട്ടേക്ക്, പടിഞ്ഞാറ് ഭാഗത്തോട്ടേക്ക്, ആദ്യമേ ഇത് നോർത്ത് ഈസ്റ്റ്, ഇത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലൊക്കെ അത് അവിടെ നിന്നാണ് വരുന്നത്. ഇത് അവസാനം എവിടേക്കാണ് എത്തുന്നത്? ഇത് വെസ്റ്റേൺ മാർജിനിലോട്ടേക്കാണ് അവസാനം എത്തുന്നത്. അപ്പം ഇത് വെസ്റ്റേൺ മാർജിനിലോട്ടേക്ക് എത്തുമ്പോഴത്തേക്കും അതിനകത്തുള്ള മോയ്സ്ചറൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? വെള്ളത്തിൻ്റെ അംശമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അവിടേക്ക് എത്തുമ്പോഴത്തേക്കും അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മോയ്സ്ചർ കണ്ടൻറ്റുകളെല്ലാം കഴിഞ്ഞിട്ട് അത് ബിക്കം ഡ്രൈ. അതെന്തായിട്ടുണ്ടാവും? വരണ്ടിട്ടുണ്ടാവും. വരണ്ട ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പം ദെയർഫോർ ദ വെസ്റ്റേൺ മാർജിൻസ് ഓഫ് കോണ്ടിനെൻറ്റ്സ് റിമൈൻ ഡ്രൈ ത്രൂ ഔട്ട് ദ ഇയർ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന വെസ്റ്റേൺ മാർജിൻസ്, കോണ്ടിനെൻറ്റുകളുടെ വെസ്റ്റേൺ മാർജിൻസിൽ എപ്പോഴും എന്തായിരിക്കും? അത് വർഷം മുഴുവൻ ഈ ഡ്രൈ ആയിട്ടുള്ള വിൻഡാണ് എത്തുന്നത്. അതായത് നല്ല വിൻഡുകൾ തന്നെ ആയിരുന്നു, പക്ഷേ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്ക് അത് ഡ്രൈ, മോയ്സ്ചറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവിടേക്ക് എത്തുമ്പോഴേക്കും ഡ്രൈ ത്രൂ ഔട്ട് ദ ഇയർ. വർഷം മുഴുവൻ എന്താണ് വെസ്റ്റേൺ മാർജിനിലോട്ടേക്ക് എത്തുമ്പോഴത്തേക്ക് അത് ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഇത് മോയ്സ്ചർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് മുഴുവൻ ഡ്രൈ ആയിട്ട് കിടക്കുന്നു. ദിസ് ഈസ് ദ മെയിൻ റീസൺ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഡെസേർട്സ് ഓൺ ദ വെസ്റ്റേൺ മാർജിൻസ് ഓഫ് കോണ്ടിനെൻറ്റ്സ്. അതുകൊണ്ടാണ് ഈ കോണ്ടിനെൻറ്റുകളുടെ വെസ്റ്റേൺ ഭാഗത്തായിട്ട് എന്ത് കാണപ്പെടുന്നത്? മരുഭൂമികൾ ഉണ്ടാവാനുള്ള കാരണം.
Plants adapted to low rainfall climates such as cactus, shrubs and palms are mostly found here. ഈ മരുഭൂമി പ്രദേശത്ത് വെള്ളം തീരെ ആവശ്യമില്ലാത്ത, വെള്ളം കുറച്ച് മാത്രം ആവശ്യമുള്ള, ലോ റെയിൻഫോൾ ആണ് അല്ലേ, മഴ തീരെ ഇല്ല, അതുകൊണ്ട് വെള്ളം മാത്രം കുറച്ച് മാത്രം ആവശ്യമുള്ള എന്താ പറയുക വെജിറ്റേഷൻസ് ആണ് ഇവിടെ ഉണ്ടാവുക. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, വെള്ളം തീരെ ആവശ്യമില്ലാത്ത വെജിറ്റേഷൻസുകളുണ്ട്. അത് ഏതൊക്കെയാണ്? കാക്ടസ്, കള്ളിമുൾ ചെടികൾ, ഷ്രബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ കുറ്റിച്ചെടികൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ എന്താ, പാംസ്, പനകൾ, ഇങ്ങനെയുള്ള ചെടികളാണ് ഇവിടെ കാണപ്പെടുന്നത്. പിന്നെ കുറേ സ്ഥലത്ത് ഒയാസിസുകൾ കാണും. എന്താണ് ഒയാസിസ്? മരുഭൂമികളിൽ നിങ്ങൾ കാണുന്ന ഒരു സാധനമാണ് ഒയാസിസ്. ഒയാസിസിന് നമ്മൾ മലയാളത്തിൽ മരുപ്പച്ച എന്നൊക്കെ പറയും. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇത് അർത്ഥമാക്കുന്നത് ഈ പറയുന്ന സ്ഥലങ്ങളിൽ, മരുഭൂമികളിൽ കാണപ്പെടുന്ന വാട്ടർ സോഴ്സുകളാണ്. മരുഭൂമികളിൽ ചെറിയ ചില ഭാഗങ്ങളിൽ എന്തുണ്ടാവും? വാട്ടർ സോഴ്സുകൾ. അതായത് ഒരു ലേക്ക് പോലെ കുറച്ച് വെള്ളം കാണാം, ഒരു പോണ്ട് പോലെ കുറച്ച് വെള്ളം കാണാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ ഒയാസിസ് എന്ന് പറയുക. എന്നാൽ മരുഭൂമിയിൽ എല്ലാ സ്ഥലത്തും ഉണ്ടായിരിക്കുമോ? എല്ലാ സ്ഥലത്തും ഉണ്ടായിരിക്കില്ല. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ, ചില ഭാഗങ്ങളിൽ മാത്രം മരുഭൂമിയിൽ കുറച്ച് വെള്ളം കാണാം. അതാണ് ആകെ കിട്ടുന്നൊരു സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴെങ്കിലും പെയ്തു എന്ന് പറയുന്ന മഴയും. അപ്പോൾ ഒയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയിൽ കാണപ്പെടുന്ന വാട്ടർ സോഴ്സുകളാണ്. എന്താണ് എന്നുള്ളത് നമ്മളവിടെ ചോദിച്ചത്. ഇവിടെ കണ്ടില്ല, ഒരു ഒയാസിസ് ഇത്രയൊക്കെ വലിപ്പം ഉണ്ടാവുകയുള്ളൂ, ഇതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ദീസ് ഏരിയാസ് ആർ സ്പേസ്ലി പോപ്പുലേറ്റഡ് ഡ്യൂ ടു ദ അൺഫേവറബിൾ ക്ലൈമറ്റ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. ഈ മരുഭൂമികളിൽ അധികം ആളുകൾ താമസിക്കാറില്ല. കാര്യം ഇത്തരത്തിൽ അൺഫേവറബിൾ ആയുള്ള ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലേ, ജീവിക്കാൻ അത്രത്തോളം സ്യൂട്ടബിൾ ആയൊരു സ്ഥലമല്ല. ഹൗവർ ദർ ആർ ഇൻഡിജിനസ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. അങ്ങനെയാണെങ്കിൽ പോലും കുറച്ച് ആദിവാസി അല്ലെങ്കിൽ ട്രൈബൽ ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ജനിച്ചു വളർന്ന് ജനറേഷൻസ് ആയിട്ട് ഇവിടെ തന്നെ അവരുടെ അപ്പൂപ്പന്മാരായിട്ട് അവിടെ തന്നെ താമസിക്കുന്നതുകൊണ്ട് അവർക്ക് ആ ക്ലൈമറ്റിനോട് അവർ ഇണങ്ങിക്കഴിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അതൊരു പ്രശ്നമല്ല. അങ്ങനത്തെ കുറച്ച് ഒരു ട്രൈബൽ ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ട്. ആരൊക്കെയാണ്? വു അഡാപ്റ്റ് ടു ദ അഡ്വേഴ്സ് കണ്ടീഷൻസ് ഇൻ മോസ്റ്റ് ഓഫ് ദ ഡെസേർട്ട് റീജിയൻസ്. അതായത് ഈ മരുഭൂമിയൊന്നും അവർ ജീവിച്ചത്, അവരുടെ തലമുറകളായിട്ട് ഈ മരുഭൂമിയോട് ഇണങ്ങി ജീവിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ അതിനോട് അഡാപ്റ്റഡ് ആയി കഴിയുന്ന ആളുകളാണ്. ദ ബുഷ്മൻ ഓഫ് കൽഹാരി ഡെസേർട്ട് ആർ ആൻ എക്സാമ്പിൾ ഫോർ ദിസ്. ഇത്തരത്തിലുള്ള ഒരു ട്രൈബൽ ഗ്രൂപ്പിന് ഉദാഹരണമാണ് ബുഷ്മൻ. എവിടുത്തെ? കലഹാരി ഡെസേർട്ട്, ആഫ്രിക്കയിലെ കലഹാരി ഡെസേർട്ടിലുള്ള, കണ്ടോ, ഈ കലഹാരി ഡെസേർട്ടിൽ കാണപ്പെടുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് ബുഷ്മൻ എന്ന് പറയുന്നത്. ഈ ബുഷ്മൻ ഇത്തരത്തിൽ ഉദാഹരണമാണ്. നമ്മൾ നേരത്തെ സാവന്നയിൽ മസായി പറഞ്ഞു, അതുപോലെ തന്നെ ഇക്വറ്റോറിയൽ റീജിയനിൽ നമ്മൾ പിഗ്മി പറഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് ബുഷ്മൻ പറയാൻ വേണ്ടി പറ്റും. അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി ആർ ദ മെയിൻ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഇൻ ഡെസേർട്ട്. അപ്പോൾ മരുഭൂമിയിലെ ആളുകൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? അഗ്രികൾച്ചർ ഉപയോഗിച്ചിട്ടും, അത് വെള്ളം വളരെ കുറച്ച് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ബജ്റ, ജോവർ ഇങ്ങനെയുള്ള കുറച്ച് കൃഷി രീതികളൊക്കെ ഉണ്ട് രാജസ്ഥാനിലൊക്കെ. അങ്ങനെയുള്ള വെള്ളം വളരെ കുറച്ച് ആവശ്യമുള്ള ചില സാധനങ്ങൾ കൃഷി ചെയ്തിട്ടും അനിമൽ ഹസ്ബൻഡറി ഒട്ടകങ്ങൾ അല്ലേ, അതുപോലെ ആടുകൾ, ഗോട്ട്സ്, ഇതിനൊക്കെ എന്ത് ചെയ്തുകൊണ്ടാണ് അതിനൊക്കെ വളർത്തിക്കൊണ്ടാണ് ഇവർ പ്രധാനമായിട്ടും ലൈവ്ലിഹുഡ് ചെയ്യുന്നത്. അനദർ ഫാക്ടർ ദാറ്റ് പ്രൊമോട്ട്സ് ഹ്യൂമൻ ലൈഫ് ഇൻ ഡെസേർട്ട് ഈസ് ദ പ്രസൻസ് ഓഫ് എക്കണോമിക്കലി വാല്യുവബിൾ മിനറൽസ്. ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഈ മരുഭൂമികൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ പോലും വളരെ എക്കണോമിക്കലി വാല്യുവബിൾ ആയിട്ടുള്ള മിനറൽസ് കാണപ്പെടുന്ന സ്ഥലങ്ങൾ കൂടിയാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന മരുഭൂമി. എന്താണ് മിനറൽസ്? നമ്മൾ ഭൂമിക്കടിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഈ മിനറൽസ് എന്ന് പറഞ്ഞ സാധനം, പെട്രോളിയം പോലത്തെ സാധനങ്ങൾ, അത്തരം സാധനങ്ങൾ കാണപ്പെടുന്ന ഒരു സ്ഥലങ്ങൾ കൂടിയാണ് ഏതെന്ന് പറയുന്നത്, മരുഭൂമികൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് ഈ ഓസ്ട്രേലിയയിലെ മരുഭൂമിയിൽ നമുക്ക് ഗോൾഡ് മൈനിങ് കാണാം. ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വലിയ വലിയ രാജ്യങ്ങൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഓസ്ട്രേലിയയിലെ മരുഭൂമിയിൽ നിന്ന് സ്വർണം കുഴിച്ചെടുക്കുന്നുണ്ട്. അറ്റക്കാമ ഡെസേർട്ടിൽ നിന്ന് അവർ കോപ്പർ കുഴിച്ചെടുക്കുന്നുണ്ട്. അറ്റക്കാമ ഡെസേർട്ടിൽ നിന്നും കോപ്പറാണ് എന്ത് ചെയ്യുന്നത്? കുഴിച്ചെടുക്കുന്നത്. ഏറ്റവും കൂടുതൽ കോപ്പർ കാണപ്പെടുന്ന അറ്റക്കാമ ഡെസേർട്ടിലാണ്. പിന്നെയോ ഡിസ്കവറി ഓഫ് പെട്രോളിയം ഡെപ്പോസിറ്റ്സ് ആൻഡ് സ്റ്റാർട്ടിംഗ് ഓഫ് ഓയിൽ മൈനിങ് ഇൻ ദ സഹാറ ആൻഡ് അറേബ്യൻ ഡെസേർട്ട്. സഹാറ മരുഭൂമിയിലും അറേബ്യൻ മരുഭൂമിയിലും നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള പെട്രോളിയം കാണാം. പെട്രോളിയം എന്ന് പറഞ്ഞ കാര്യം കാണാം. പെട്രോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെട്രോൾ, ഡീസൽ, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ്, ഇതിനൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ പെട്രോളിയം എന്ന് പറയുക, ഈ ഓയിൽ മൈനിങ് എന്ന് പറയുക. ഈ ഓയിൽ മൈനിങ് ധാരാളം എവിടെ കാണപ്പെടുന്നുണ്ട്? നമ്മുടെ ഈ പറയുന്ന
സഹാറ ഡെസേർട്ടിലും അറേബ്യൻ ഡെസേർട്ടിലും കാണാം. നമുക്കറിയാം അറേബ്യൻ നാടുകൾ എന്ന് പറയുന്നത് തന്നെ ജീവിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ പറയുന്ന ഈ ഓയിൽ കുഴിച്ചെടുത്തിട്ടാണ്. നിങ്ങൾ സൗദി അറേബ്യ നോക്കൂ. സൗദി അറേബ്യയിൽ റിയാദ് എന്ന് പറഞ്ഞൊരു സിറ്റിയാണ് സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ. ഈ സിറ്റി നോക്കി നോക്കൂ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റിയാണ്. ഈ ദുബായ് ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും UAE രാഷ്ട്രങ്ങളാണെങ്കിലും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അവർ അവിടുത്തെ മരുഭൂമികളിൽ നിന്ന് ഓയിൽ കുഴിച്ചെടുത്തു. അങ്ങനെയാണ്, ഈ ഓയിൽ കുഴിച്ചെടുത്തിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു മരുഭൂമി ഉള്ളതുകൊണ്ട് ഉപകാരപ്പെട്ടിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. കാര്യം മിനറൽസ്, സ്വർണ്ണമായിക്കോട്ടെ, കോപ്പർ ആയിക്കോട്ടെ, ഓയിൽ ആയിക്കോട്ടെ, ഇതൊക്കെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് ഡിസ്കസ് ചെയ്യാം.